ഹായ് കൂട്ടുകാരെ, വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു മീനച്ചാർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നല്ല മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കുറച്ച് വാങ്ങിച്ചിട്ട് പോലെ അച്ചാറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് മീനില്ലാത്ത സമയത്ത് മീൻ കൂട്ടി ചോറ് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചൂരമീനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 വലിയ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി, വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 5 വറ്റൽമുളകും 4 വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇതിലേക്ക് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് ഇളക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ നല്ലതായിട്ട് എല്ലായിടത്തും മീനി പിടിക്കും. നമുക്ക് അവസാനം ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ അരപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ ചൂടാവാൻ വെച്ചതിലേക്ക് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. മീൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൂക്കണം. കുറച്ച് നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ നമ്മുടെ ഈ അച്ചാർ എത്ര നാൾ വേണേലും കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ച മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഡ്രൈ ആയി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കരിയാപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ടേ. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ മീനച്ചാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. നേരത്തെ നമ്മൾ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മതിയാവും. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് കായത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വീണ്ടും നന്നായിട്ട് കുറച്ച് കായം ചേർത്തത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.